നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കടുത്ത സംവാദങ്ങൾക്ക് വഴി തുറന്ന മുൻ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. അധികാരത്തിൽ തിരികെ എത്തിയ പുതിയ വി.ഡി. സതീശൻ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ യു.ഡി.എഫ് പ്രവർത്തകർക്ക് വീഴ്ച വരുത്തരുതെന്ന മുന്നറിയിപ്പോടെയാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ കാപട്യങ്ങളെ തുറന്നുകാട്ടുന്ന പോസ്റ്റിൽ മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ഇടതുപക്ഷം എപ്രകാരമാണ് ഒതുക്കിയതെന്നും അതിന് വിപരീതമായി കോൺഗ്രസ് നേതൃത്വം എ.പി. അനിൽകുമാറിന് റവന്യൂ വകുപ്പ് നൽകിയ യഥാർത്ഥ നവോത്ഥാനമെന്തെന്ന് കാണിച്ചു തന്നതായും രാഹുൽ അവകാശപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ രാഹുലിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് വൈറലായി മാറി. പ്രിയപ്പെട്ട യു.ഡി.എഫ് സഹപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുറിപ്പ് പങ്കുവച്ചത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തുണ്ടായ കള്ളപ്രചാരണങ്ങളെയും PR തന്ത്രങ്ങളെയും അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടും അവ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രചരിപ്പിക്കുവാനോ യു.ഡി.എഫ് അണികൾക്ക് സാധിച്ചില്ല. കള്ളങ്ങൾ കൊണ്ട് ഇടതുപക്ഷം കെട്ടിപ്പൊക്കിയ നുണപ്രചാരണങ്ങൾക്ക് മുന്നിൽ അന്ന് യു.ഡി.എഫ് പ്രതിരോധത്തിലായി. ആ വലിയ തെറ്റ് ഇനിയുള്ള വി.ഡി. സതീശൻ സർക്കാരിന്റെ കാര്യത്തിൽ ആവർത്തിക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സർക്കാരിന്റെ വിജയങ്ങളും നയങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് രാഹുലിന്റെ പ്രധാന ആവശ്യം. ഇടതുപക്ഷത്തിന്റെ നവോത്ഥാന നാട്യങ്ങളെയും ദളിത് പ്രേമത്തെയും വസ്തുതകൾ നിരത്തിയാണ് രാഹുൽ ചോദ്യം ചെയ്യുന്നത്. 2021 ഒന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയിൽ കെ രാധാകൃഷ്ണന് ദേവസ്വം വകുപ്പ് നൽകിയപ്പോൾ വലിയ വിപ്ലവമെന്ന രീതിയിലാണ് ഇടതുപക്ഷവും അവരുടെ സൈബർ അണികളുടെ മാധ്യമങ്ങളും ആഘോഷിച്ചത്. ചാനലുകളിൽ വലിയ അന്തിച്ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ കവിതകളും വരെ ഇതിന്റെ പേരിൽ ഒഴുകി നടന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് രാഹുൽ ചോദിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോളം തന്നെ പാർട്ടിയിൽ സീനിയറായി കെ രാധാകൃഷ്ണന് പ്രാധാന്യമില്ലാത്ത ബജറ്റ് വിഹിതം ഏറെ കുറഞ്ഞ വകുപ്പുകൾ നൽകി ഒതുക്കുകയാണ് CPM ചെയ്തത്. അതേസമയം മന്ത്രിസഭയിലെ പുതുമുഖവും മുഖ്യമന്ത്രിയുടെ ബന്ധവുമായ മുഹമ്മദ് റിയാസിന് പൊതുമരാമത്ത്, ടൂറിസം തുടങ്ങിയ അതിശക്തമായ വകുപ്പുകൾ നൽകുകയും ചെയ്തു. ദളിത് നേതാവിനോട് ഇടതുപക്ഷം കാണിച്ച ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ മറക്കരുതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇടതുപക്ഷത്തിന്റെ ഈ പൊള്ളയായ നവോത്ഥാനത്തിന് മറുപടിയായാണ് വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിക്കാട്ടിയത്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും അതിശക്തവുമായ റവന്യൂ വകുപ്പാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ എ.പി. അനിൽകുമാറിന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ഒരു കാലത്ത് ഈ മണ്ണിൽ യാതൊരുവിധ അവകാശങ്ങളുമില്ലായിരുന്ന ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരാൾ ഈ നാടിന്റെ നികുതി പിരിക്കുന്ന വകുപ്പിന്റെ തലവനാകുന്നത് തന്നെയാണ് യഥാർത്ഥ നവോത്ഥാനം. മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിക്കല്ലാതെ ഇത്തരമൊരു വിപ്ലവകരമായ തീരുമാനമെടുക്കുവാൻ മറ്റാർക്കാണ് സാധിക്കുകയെന്നും അദ്ദേഹം ചോദിക്കുന്നു. 2001 മുതൽ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 6 തവണ വിജയിച്ച എ.പി. അനിൽകുമാറിന്റെ ജനപ്രീതിയും വികസന റെക്കോർഡും രാഹുൽ കുറിപ്പിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഇത്തവണ 47,939 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വണ്ടൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയച്ചത്. വണ്ടൂരിന്റെ സ്വന്തം അനിയേട്ടൻ ഇനി കേരളത്തിന്റെ റവന്യൂ മന്ത്രിയെ തിളങ്ങുമെന്നും നവോത്ഥാനം വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടതെന്ന് യു.ഡി.എഫ് തെളിയിച്ചതായും അദ്ദേഹം പറയുന്നു. വിപ്ലവകരമായ ഈ വകുപ്പ് വിഭജനത്തിന് മുഖ്യമന്ത്രി വി.ഡി. സതീശനും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. പാർട്ടിയിൽ നിന്നും ഔദ്യോഗികമായി മാറി നിൽക്കുമ്പോഴും യു.ഡി.എഫ് മന്ത്രിസഭയുടെ വിജയത്തിനായി സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ നടത്തുന്ന ഈ ശക്തമായ ഇടപെടൽ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട യു.ഡി.എഫ് സഹപ്രവർത്തകരോടാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ പല നല്ല കാര്യങ്ങളും നമ്മൾ പറയാതെയും പ്രചരിപ്പിക്കാതെയും ഇരുന്നതിന്റെ തിക്താനുഭവമാണ് കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ വിജയൻ സർക്കാർ. ആ അബദ്ധം നമുക്ക് വി.ഡി. സതീശൻ സർക്കാരിൽ ഉണ്ടാകരുത്. ഇന്നലെ വകുപ്പ് വിഭജനം പൂർത്തിയായി. ഇത്രയും നേരമായിട്ടും സാംസ്കാരിക നായകന്മാർ ഉറക്കത്തിലായതുകൊണ്ട് നമ്മൾ തന്നെ പറയേണ്ട ഒരു ചരിത്രമുണ്ട്. ഓർക്കുന്നില്ലേ, 2021 ശ്രീ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയാകുമ്പോൾ അത് എന്തോ കേട്ടുകേൾവിയില്ലാത്ത വിപ്ലവമാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷം അവതരിപ്പിച്ചത്. ഇതാ ഒരു ദളിത് നേതാവിന് ഞങ്ങൾ പട്ടികജാതി വകുപ്പല്ലാതെ ഒരു വകുപ്പ് കൊടുത്തേ എന്ന തമ്പ്രാൻ മനോഭാവമുള്ള PR ആയിരുന്നു അന്ന്. ചാനലുകളിൽ അന്തിച്ചർച്ചകൾ, സാമൂഹിക മാധ്യമങ്ങളിൽ കവിതകൾ. എന്നാൽ യാഥാർത്ഥ്യം എന്തായിരുന്നു? മന്ത്രിസഭയിൽ പിണറായി വിജയനോളം സീനിയറായ രാധാകൃഷ്ണന് ദേവസ്വം പോലെ പോർട്ട്ഫോളിയോയിലും ബജറ്റ് വിഹിതത്തിലും വളരെ താഴെയുള്ള ഒരു വകുപ്പ് കൊടുത്ത് ഒതുക്കി. റിയാസിനെ പോലെ ഒരു തുടക്കക്കാരന് PWDയും ടൂറിസവും കൊടുത്തിട്ടാണ് രാധാകൃഷ്ണനോട് ഇത് ചെയ്തത് എന്ന് ഓർക്കണം.
എന്നാൽ ഇപ്പോൾ വി.ഡി. സതീശൻ മന്ത്രിസഭ നോക്കൂ. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള വകുപ്പുകളിലൊന്നായ റവന്യൂ വകുപ്പ് നൽകിയിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് A.P. അനിൽകുമാറിനാണ്. ഒരു കാലത്ത് ഈ നാട്ടിലെ മണ്ണിന്റെ മുകളിൽ അവകാശമില്ലാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് വന്ന മനുഷ്യൻ ഈ നാടിന്റെ നികുതി പിരിക്കുന്ന വകുപ്പിന്റെ തലവനാകുന്നു. ഇതല്ലേ യഥാർത്ഥ നവോത്ഥാനം? മല്ലികാർജുൻ ഖാർഗെയുടെ പാർട്ടിക്കല്ലാതെ മറ്റാർക്കാണ് ഈ വിപ്ലവ തീരുമാനമെടുക്കുവാൻ കഴിയുക? 2001 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്ത ഇന്ന് വരെ തുടർച്ചയായി 6 തവണ ആ മണ്ഡലം നിലനിർത്തുന്ന ശ്രീ അനിൽകുമാറിനും ഈ 6ാം തവണ 47,939 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വണ്ടൂർ ജനതയ്ക്കും അഭിവാദ്യങ്ങൾ. വണ്ടൂരിന്റെ MLA ഞങ്ങളുടെ അനിയേട്ടൻ ഇനി നാടിന്റെ റവന്യൂ മന്ത്രി. നവോത്ഥാനം പൊള്ളയായ വാക്കിലല്ല, പ്രവൃത്തിയിലാണ്. ശ്രീ വി.ഡി. സതീശനും ദേശീയ നേതൃത്വത്തിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് ഉയർന്നത്. മൻസൂർ PV കുറിച്ചത് സംഗതി അഭിനന്ദനീയമെങ്കിലും ഗ്രൂപ്പ് വീതം വെപ്പിൽ പ്രബല ഗ്രൂപ്പ് മാനേജർ പോസ്റ്റായിട്ട് കിട്ടിയതാണെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാം, ഇനിയുള്ള കാലം പൊതുജനം എല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന ബോധം പോസ്റ്റ് ഇടുന്നതിന് മുന്നേ ചിന്തിച്ചാൽ പിന്തുണ കുറയില്ല. ഹംസ കുറിച്ചത് രാഹുൽ താങ്കളുടെ വിഷമം മനസ്സിലാകും. സ്വന്തം പാർട്ടിയിൽ ഒരാൾക്കും താങ്കളെ വേണ്ട. താങ്കളെക്കുറിച്ച് ആരും പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ഇതൊക്കെ മാർഗമുള്ളൂ. കയ്യിലിരിപ്പ് കൊണ്ട് ജനീഷ് നേടിയ മന്ത്രിസ്ഥാനം കിട്ടേണ്ടിയിരുന്ന ആളാണ്, അത് നഷ്ടപ്പെട്ടു. ഇനി ഇതൊക്കെ മാർഗമുള്ളൂ. പിന്നെ അനിൽകുമാറിന്റെ റവന്യൂ മന്ത്രിസ്ഥാനം അത് KC-യുമായുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാമെന്നായിരുന്നു ആ കമന്റ്. ജനത്തിന് മനസ്സിലാകുന്നുണ്ട്, പോസ്റ്റ് ഇടുന്നത് നല്ലതാണ്, പക്ഷേ ജനങ്ങളുടെ വൈബ് മനസ്സിലാക്കൂ. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പകരം ആകാശത്ത് നിന്ന് ഒരാളെ, അതും ഇപ്പോഴത്തെ ഒരു MP ഒരാളെ കെട്ടിയിറക്കി വോട്ടർമാരെ വിഡ്ഢിയാക്കാനുള്ള ശ്രമം ജനം പൊളിച്ചടുക്കി. നിങ്ങൾ നിന്ന് ആ കെട്ടിയിറക്കാനുള്ള ശ്രമം ന്യായീകരിച്ചു കണ്ടപ്പോൾ നിങ്ങളുടെ ജനശബ്ദം തെറ്റിയെന്ന് പറയാതെ പറഞ്ഞു. ജനം നന്മയുടെ കൂടെയാണ് എന്ന് എന്തേ നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങളെ പിണറായി പിച്ചു ചിന്തിയപ്പോൾ പൊതുജനം നിങ്ങളെ താങ്ങി നിർത്തിയത് മറക്കരുതെന്നായിരുന്നു മറ്റൊരു കമന്റ് ഉയർന്നത്. റസാഖ് കുറിച്ചത് പ്രവർത്തകരും അണികളും വേറെ ലെവലാണ്. പഴയ കാലമല്ല, പറ്റാത്തത് കണ്ടാൽ ഏത് കൊലക്കൊമ്പനായാലും തിരുത്തുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും അടങ്ങിയ UDF സർക്കാർ ഉണ്ടെന്നേ ഉള്ളൂ. ഇവരിലുള്ള പ്രവർത്തനങ്ങളും പെരുമാറ്റവും ശ്രദ്ധിച്ചു നോക്കി കാണുന്ന പാർട്ടി പ്രവർത്തകരും അണികളും അനുഭാവികളും ഇവിടെയുണ്ട് എന്ന് ഓർക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. സുരേഷ് AR കുറിച്ചത് എല്ലാം നല്ലത് തന്നെ, പക്ഷെ എത്രയോ തവണ മന്ത്രിയായവരാണ് ഈ നേതാക്കൾ. അവരൊക്കെ മാറി നിന്ന് പുതുതലമുറയ്ക്ക് അവസരം കൊടുക്കും. അവരും കാര്യങ്ങൾ പഠിക്കട്ടെ. എങ്കിലും പരിചയസമ്പന്നരും അല്ലാത്തവരും ഈ സഭയിൽ മന്ത്രിമാരാണ് നല്ലത്. മന്ത്രിമാർ കാര്യങ്ങൾ പഠിച്ചും ഉത്തരവാദിത്വത്തോടെയും മുന്നോട്ട് പോവുക. CM പറയുന്നത് പോലെ ജനാഭിലാഷം നടപ്പിലാക്കുക എന്നൊക്കെയാണ് പൊതുജന അഭിപ്രായമായി ഉയർന്നത്.